2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷ മുന്നണിക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം പരിശോധിച്ചാൽ ഇല്ല എന്നതിനർത്ഥം. കാരണം എന്താണ്? അങ്ങനെ വിജയിച്ചു കയറണമെങ്കിൽ ജനങ്ങളെ അണിനിരത്തുക എന്ന് പറയുന്ന പണിയെടുക്കണം. CPM ഒക്കെ എപ്പോഴും പറയില്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മൂവ്മെൻറ്റ് സംഘടിപ്പിക്കും. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ള വലിയൊരു വാചകമാണ്. ആ പണി എടുക്കണം. ആ പണി കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവർ പറയാറില്ലേ, അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി നേടിയെടുത്തത്. ജനങ്ങളെ അണിനിരത്തുക പല വഴിക്ക് നിരത്താൻ പറ്റും. BJP അണിനിരത്തുന്നത് അവരുടെ ഹെയ്റ്റ് പ്രോജക്റ്റ് വഴിയാണ്. ജനങ്ങളെ അണിനിരത്തുകയും അവരെ സ്വന്തം പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യാതെ നിങ്ങൾക്കൊരു ഇലക്ട്രൽ വിക്ടറിയും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ജനങ്ങളെ അണിനിരത്തണമെങ്കിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വാർത്താ സമ്മേളനം നടത്തുകയോ ഭാരത് ജോഡോ യാത്ര നടത്തുകയോ സാധ്യമാകുന്ന കാര്യമല്ല. അതിന് സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിലെ സംവിധാനം വരെ ഉണർന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ, ജനങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ തക്കവണ്ണത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഉണ്ടാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി വലിയ റിസർച്ച് നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ BJP നടത്തുന്ന തട്ടിപ്പുകളൊക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം ഭാരത് ജോഡോ മാർച്ച് നടത്തും. അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടി നടത്തും. അദ്ദേഹം വിദേശത്ത് പോയിട്ട് അവിടെ പല ഡിപ്ലോമാറ്റ്സിനെയും തിങ്ക് ടാങ്ക്സിനെയും ഒക്കെ കണ്ടിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തും. അതുകൊണ്ട് മാത്രം പറ്റില്ല. അതുമാത്രം കാണുന്നവരല്ല ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ട്, ഒരു ആശയവുമായിട്ട്, ഒരു പതാകയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ താഴെത്തട്ടിലുള്ള ഒരു കണക്ട് ഉണ്ടാക്കണം. കോൺഗ്രസ് ഇല്ല. അതാ പ്രശ്നം. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ടോ? അദ്ദേഹം എപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ടോ? അദ്ദേഹം വിവിധ രാജ്യങ്ങളോട് സഞ്ചരിച്ചു അതത് രാജ്യങ്ങളിലെ വിശേഷ പട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും വളരെ രസകരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, മോദിയോ അമിത്ഷായോ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലില്ലാത്തതുകൊണ്ട് BJPയുടെ ഹെയ്റ്റ് പ്രോജക്റ്റിന് വല്ല തടസ്സമുണ്ടോ? കേരളത്തിലടക്കം അതിൻ്റെ വിദ്വേഷ പ്രചാരണ പരിപാടികൾ നിന്നിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അതാണല്ലോ. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് പ്രോജക്റ്റാണ്. അതിങ്ങനെ ഭരണമൊന്നുമല്ല, മറിച്ച് എഥനോളിനകത്ത് 20-30% പെട്രോളിനകത്ത് 20% എഥനോൾ ചേർത്തിട്ട് അത് ചോദിക്കുമ്പോൾ മറ്റേ പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിക്കലാണുള്ള പരിപാടി. ആ പണി വൃത്തിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മോദി ഇവിടെ വേണമെന്നില്ല. മോദി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് 4 പ്രസംഗം നടത്തും. ബാക്കി അതിനാവശ്യമുള്ള നയപരിപാടികൾ ഉണ്ടാക്കും, വിഷയങ്ങൾ ഇട്ട് കൊടുക്കും. ബാക്കി സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ജനങ്ങളുടെ ജീവിത പ്രശ്നം. ഇപ്പോൾ E20 ഇന്നലെ മന്ത്രി സമ്മതിച്ചിരിക്കുന്നു. എന്ത്? എഥനോൾ ഉപയോഗിച്ചാൽ മൈലേജ് കുറയും. ഇന്ത്യയിലെ ശരാശരിക്കാരനോട്, പാവപ്പെട്ടവനോട് പറയുകയാണ്, ഞങ്ങൾ എഥനോൾ ചേർക്കുകയാണ്, നിങ്ങളുടെ മൈലേജ് കുറയും എന്ന് വെച്ചാൽ പൗരൻ്റെ കയ്യിലെ അവൻ്റെ ശേഷി, അവൻ്റെ സാമ്പത്തിക ശേഷിയെ കുറയ്ക്കുന്ന ഒരു നയം എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് 40 കിലോമീറ്റർ സഞ്ചരിക്കാമായിരുന്നെങ്കിൽ നിങ്ങൾക്കിനി ആ 100 രൂപ വെച്ച് 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയില്ല, 35 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയൂ. ആ 40 കിലോമീറ്റർ സഞ്ചരിച്ച് ചായ വിൽക്കാൻ പോകുന്ന ആൾ, പത്രം ഇടാൻ പോകുന്ന ആൾ, അയാൾക്ക് 100 രൂപയിൽ കൂടുതൽ പൈസ കൊടുത്ത് പെട്രോൾ അടിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഭരണകൂടം പറയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ, നമ്മുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ സ്വയം പര്യാപ്തം, നമ്മൾ കൊണ്ടുവരുന്ന നയങ്ങൾ അടിസ്ഥാനപരമായി ഇന്ത്യൻ എക്കണോമിയെ, ജനങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ജനങ്ങളെ ദ്രോഹിക്കുന്ന നയം ഉണ്ടാക്കിയിട്ട് ആരുടെ നേട്ടത്തിന്? E20 കൊണ്ടുവരുന്ന ആരുടെ നേട്ടത്തിന്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മണ്ണാണോ? ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങളിലെ പാവപ്പെട്ടവരായ മനുഷ്യരുടെ മൈലേജ് കുറച്ചിട്ടുണ്ടാക്കുന്നത് ഇന്ത്യക്ക് എങ്ങനെ നേട്ടമാവുക? നമ്മുടെ ഈ E20 ചേർത്തുകൊണ്ട് ഇനി പെട്രോളിന് വില കുറയ്ക്കുമോ? വില കുറച്ചാൽ ശരിയാണ്, നമുക്ക് ഈ 40-35 ആകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റും. കുറയ്ക്കുമോ? അത് കുറയ്ക്കത്തില്ല. ഇപ്പം ഹോർമുസിലെ പ്രശ്നം കാരണം ഇനി വർഷങ്ങളോളം കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള മൂഡിലാണ് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ നിൽക്കുന്നത്. ആ പ്രശ്നം സാധാരണക്കാരെ സ്പർശിക്കുന്ന പ്രശ്നമാണ്. അതുമായിട്ട് ആരാണ്? E20 പെട്രോൾ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നിൽക്കുന്നത് കോൺഗ്രസ്സുകാരല്ലേ? അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെ നീറ്റ് പരീക്ഷ നോക്കിയിട്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റായിരുന്ന അയോധ്യയിലെ തട്ടിപ്പ്, അത് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വളരെ അടുത്ത മൊമെൻറ്റിൽ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കേണ്ടത് ആരാണ്? കോൺഗ്രസ്സുകാരല്ലേ? അപ്പോൾ അവർക്കതിന് സിസ്റ്റമില്ല, സംഘടനയില്ല, വേറെ നേതാക്കളില്ല. കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ട്, ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ചിട്ട് അദ്ദേഹം പിന്നീട് ഒന്ന് CWCയിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് ഞാൻ ഈ നേതൃത്വത്തിലില്ലാന്ന്. ACC പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹം ചൗക്കിദാർ ചോർഹെ എന്ന് വിളിച്ച് വേറെ ആരും വിളിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഈ രാജ്യത്തിൻ്റെ ചൗക്കിദാറാണെന്ന് മറ്റോ പറഞ്ഞ് മോദി എന്തോ ഒരു ചൗക്കിദാറെന്തോ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി. ബാക്കി മുഴുവൻ പേരും അതുപോലെ മാറ്റി നേതാക്കൾ. കോൺഗ്രസ്സിലാരും പേര് മാറ്റിയോ? അല്ലെങ്കിൽ കോൺഗ്രസ്സിലാരും അത് ഏറ്റെടുക്കാത്തതിന് കോൺഗ്രസ്സുകാർക്കെന്ന് പേടിയായിരുന്നു. ഞാൻ ഏറ്റെടുത്ത് ഒരുപാട് ഉറക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ RSSന് ഉറക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ പോലും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കാൻ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് എല്ലാ സങ്കീർണതകളുമുണ്ട്. എല്ലാ 24 hours ഒരു ലീഡറെ ആവശ്യമുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. സാധാരണ ഒരു സന്ദർഭം പോലെയല്ല ഇന്ത്യ കടന്നു പോകുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ ഒരു പ്രത്യേകമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിത കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ഒരു ഫുൾ ടൈമറെ ആവശ്യമുണ്ടെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി അല്ല പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സംഘടനാ ശരീരമാണെന്നും അത് ജനങ്ങൾക്കിടയിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണെന്നും മനസ്സിലാക്കാനും അങ്ങനെ പറ്റുന്ന തരത്തിൽ പാർട്ടിയെ മാറ്റാനുമാണ് ഈ നേതാക്കൾക്ക് കഴിയേണ്ടത്. അതിപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പണി ആ പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നശിച്ചുപോയ പാർട്ടിയെ, നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ വീണ്ടെടുക്കുക എന്നുള്ള പണി അവരെടുക്കേണ്ടതുണ്ട്. അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചൂളിപ്പോകുന്ന അല്ലെങ്കിൽ മറഞ്ഞു കളയുന്ന ആൾക്കാരായിട്ട് മാറേണ്ടതില്ല. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ട്, ആ പാർട്ടി വരുത്തുന്ന മുദ്രാവാക്യങ്ങളും വിഷയങ്ങളും ഇവിടെ ഉണ്ടെന്ന് ഉറക്കം തിരിച്ചു പറയാൻ പറ്റണം. അതിന് പാർട്ടി ഉണ്ടാവണം. അത് ഉണ്ടാക്കലാണ് ഇവർ ചെയ്യേണ്ടത്. ഇനി ഈ ഷോർട്ട് നോട്ടീസിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പാടായിരിക്കും. അതിന് സമയമെടുക്കും. ആ സമയമെടുത്തിട്ട് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അല്ലാതെ ഒരു കാലത്തും ഇവർക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റില്ല.